വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമത്തോടെയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. 22 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരനായിട്ടുള്ള അർജുൻ്റെ ഡെഡ് ബോഡി നമുക്ക് കിട്ടി. നല്ല രീതിയിൽ തന്നെ അവരുടെ മതാചാരങ്ങൾ പ്രകാരം തന്നെ ആ ബോഡിക്ക് ഫ്യൂണറലും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതിനുശേഷം നമ്മുടെ അർജുൻ്റെ ഫാമിലിക്കെതിരെ കടുത്ത സൈബർ അറ്റാക്കാണ് നേരിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ്റെ ഫാമിലിയിലത്തെ കുറച്ച് മെമ്പേഴ്സ്, അർജുൻ്റെ അമ്മ, അർജുൻ്റെ അളിയൻ, അർജുൻ്റെ പെങ്ങള്, അർജുൻ്റെ അനിയൻ, അർജുൻ്റെ ഭാര്യ, ഇത്രയും ആൾക്കാരെ ലോറിയുടമ ആയിട്ടുള്ള മനാഫിനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കടുത്ത ഭാഷകളിലൊക്കെ വിമർശിക്കുന്ന ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. ഇത്രയും നന്ദി കെട്ടൊരു കുടുംബം. പാലം കടക്കുവോളം രാമായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അച്ചട്ടാണ് ഇവരുടെ ഈ ഒരു ഫാമിലിയുടെ കാര്യത്തിൽ. കാരണം മറ്റൊന്നുമല്ല, ഇനി മനാഫ് എന്തോ ആയിക്കോട്ടെ, മനാഫിനെതിരെ അവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ഇത്രയും ഒരു പ്രസ് മീറ്റ് നടത്തി കൊട്ടിഘോഷിക്കാൻ മാത്രമുള്ള ആരോപണങ്ങളൊന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഓരോരുത്തരും മനുഷ്യനല്ലേ, നമ്മളെല്ലാവരും 100% പെർഫെക്റ്റ് ഒന്നല്ല. ആരും ഒരു മനുഷ്യനും 100% പെർഫെക്റ്റ് അല്ല. ഓരോരുത്തർക്കും അവരുടേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. ഇപ്പം ഈവൻ മനാഫ് ആയിക്കോട്ടെ, അർജുൻ ആയിക്കോട്ടെ, അർജുൻ്റെ കുടുംബത്തിലുള്ള ആരും ആയിക്കോട്ടെ, ആരും 100% പെർഫെക്റ്റ് ഒന്നുമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മനാഫിനും ഉണ്ടാവും എന്നും വിചാരിച്ചുകൊണ്ട് നമ്മളുടെ ഇപ്പം അർജുൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 72 ദിവസത്തോളാണ് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി, മനാഫ് മാത്രമല്ല അർജുൻ്റെ അളിയനും അനിയനും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ സമ്മതിക്കുന്നു. മനാഫ് എന്ന് പറയുന്നൊരു വ്യക്തി അർജുൻ്റെ ലോറി ഉടമ മാത്രമായിരുന്നു അല്ലേ? ആ പുള്ളിക്കാരൻ ഈ അർജുനെ കാണാതായ ദിവസം തൊട്ട് 72 ദിവസത്തോളം പുള്ളിക്കാരൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വിട്ട് ഈ 72 ദിവസം നമുക്കറിയാം അവിടെ ഒരു ലോഡ്ജോ ഹോട്ടൽ ഫെസിലിറ്റിയോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അത്രയും ദിവസം അവിടെ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടി, താമസത്തിനൊക്കെ ബുദ്ധിമുട്ടി. അർജുൻ എൻ്റെ സഹോദരൻ, എൻ്റെ കൂടപ്പിറപ്പിന് എനിക്ക് കണ്ടെത്തണം, അവൻ്റെ ബോഡി ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുള്ളൂ എന്നുള്ള രീതിയിൽ അത്രയും സഹിച്ചും ക്ഷമിച്ചും നിന്നൊരു മനുഷ്യനാണ് മനാഫ് എന്ന് പറയുന്നത് അല്ലേ? ആ വ്യക്തിക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ക്ഷമിച്ച് വിടാവുന്നതേ ഉള്ളൂ ഈ അർജുൻ്റെ ഫാമിലിക്ക്. പ്രത്യേകിച്ചും ഇപ്പം അർജുൻ്റെ ബോഡി കിട്ടിയിട്ടാകെ 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഫ്യൂണറലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലും ഇങ്ങനെ ഒരു പ്രസ് മീറ്റ്, ഇത്രയും മീഡിയാസിനെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തി ആ മനുഷ്യനെ നാണം കെടുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് നിങ്ങൾ സൈബർ അറ്റാക്ക് നേരിടാൻ പോകുന്നത്. ഇതുവരെ ഒന്നുമല്ലായിരുന്നു, ഇനിയാണ് നിങ്ങൾ സൈബർ അറ്റാക്ക് നേരിടാൻ പോകുന്നത്. അപ്പോൾ ഈ അർജുൻ്റെ ഫാമിലി ഈ പ്രസ് മീറ്റിൽ ഉന്നയിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാണ് എൻ്റെ. ഇവർ ആരോപിക്കുന്ന ഒരു ആരോപണമാണ് മനാഫ് അർജുൻ്റെ ഫാമിലിന്റെ പേരും പറഞ്ഞ് പണപ്പിരിവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മനാഫ് അത് പൂർണ്ണമായിട്ടും 100% അതൊന്നും അംഗീകരിച്ചിട്ടില്ല. അതൊക്കെ പുള്ളിക്കാരൻ നിരുപാധികം തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. ഈ അർജുൻ്റെ ഫാമിലി ഇങ്ങനെ ഒരു ആരോപണം ഒരു മനുഷ്യന് നേരെ ആരോപിക്കുന്ന സമയത്ത് അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും വേണം. അതല്ലാതെ ചുമ്മാ നിങ്ങൾ പ്രസ് മീറ്റിന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വീരവാദങ്ങൾ മുഴക്കല്ല വേണ്ടത്. വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായി സബ്മിറ്റ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി മനാഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തീർച്ചയായിട്ടും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം മരിച്ചുപോയൊരു മനുഷ്യൻ്റെ പേരും പറഞ്ഞ് ആ വീട്ടുകാരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ പെർമിഷൻ ഇല്ലാതെ പണപ്പിരിവ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തെളിയിക്കേണ്ടത് അവൻ്റെ ഫാമിലിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. മനാഫ് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടാണുള്ളത്. ഞാൻ ആരുടെയും പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തിയെന്ന് തെളിയുകയാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിന് മുന്നിൽ ഞാൻ വന്ന് നിൽക്കും, നിങ്ങളെല്ലാവരും കൂടി എന്നെ കല്ലെറിഞ്ഞ് കൊന്നുകൊള്ളൂ എന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത്. മനാഫ് അർജുൻ 75,000 രൂപ വരെ സാലറി ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാ ആൾക്കാരും ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏട്ടൻ്റെ ചെലവിലല്ലേ ജീവിക്കുന്നത്, ഏട്ടനെ ഊറ്റി ജീവിക്കുകയല്ലേ എന്നൊക്കെ പല നാട്ടുകാരും ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അടുത്ത മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഈ കുടുംബം അവകാശപ്പെടുന്നത്. മനാഫ് പറഞ്ഞിരിക്കുന്നത് 75,000 രൂപ വരെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ അടക്കം അർജുന് കിട്ടാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനൊന്ന് പറയട്ടെ, ഇതുപോലെ ഹെവി ലൈസൻസ് ഉള്ള നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർക്കൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ സാലറി ഉണ്ട്. അതിനനുസരിച്ചുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 75,000 ആണെന്ന് കറക്റ്റ് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും നല്ലൊരു സാലറി ഉണ്ട്. മനാഫ് ഈ ഒരു കാര്യം മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞത് അർജുനെ ഇൻസൾട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചായിരിക്കത്തില്ല. എപ്പോഴോ എന്തോ മനാഫിന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനായിരുന്നു, തന്റെ കൂടപ്പുറപ്പിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ എന്നുള്ളത്. അപ്പൊ ആ അർജുനും മനാഫും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത്രയ്ക്കും വലുതായിരിക്കും. ചിലപ്പം ഫാമിലിയോട് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വൈഫിനോട് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ
ചിലപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അർജുൻ ഈ ഒരു മനാഫിനോട് പങ്കുവെച്ച് കാണാം. എനിക്ക് ഇത്ര രൂപ സാലറിയുണ്ട്, എന്നിട്ട് പോലും എൻ്റെ പ്രാരാബ്ദം തീരുന്നില്ല ഇക്ക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണാം. അപ്പോൾ ആ ഒരു കാര്യമാണ് മനാഫ് പറഞ്ഞത്. അത് ഇത്രയും വലിയ രീതിയിൽ മനാഫിനെ വിമർശിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഓക്കെ, നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇപ്പോൾ അർജുൻ്റെ ഫാമിലിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ അർജുൻ്റെ ചിലവിലല്ലേ ജീവിക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് ആണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ചിലവിലാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകൻ്റെ ചിലവിലാണ്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര അഭിമാനക്കുറവ്? സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയല്ലേ. നിങ്ങളുടെ കുടുംബം നോക്കിയിരുന്നത് നിങ്ങളുടെ അർജുൻ തന്നെയല്ലേ. നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് ജോലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കുടുംബത്തിന്റെ മെയിൻ അത്താണി അല്ലെങ്കിൽ കുടുംബത്തിന്റെ മെയിൻ വരുമാന മാർഗം എന്ന് പറഞ്ഞത് അർജുൻ തന്നെ ആയിരുന്നില്ലേ? അതൊരു പച്ചയായ സത്യം തന്നെ അല്ലേ. പിന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ഞങ്ങൾക്ക് ആരുടെയും സെന്റിമെന്റ്സ് ആവശ്യമില്ല, ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതാണ് ഇതാണ്, ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ഭാര്യയ്ക്ക് കിട്ടിയ ജോലി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ജോലിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തികവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അർജുന്റെ പേരിൽ കിട്ടിയ ഒരു ജോലി? ഇപ്പം ഒട്ടും സാമ്പത്തികമില്ലാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാർ അപകടങ്ങളിലൊക്കെ മരിക്കുന്നുണ്ട് അല്ലെ? അവരുടെ എല്ലാവരും ഭാര്യമാർക്ക് ഇതുപോലെ ജോലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇത് അർജുന്റെ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു തെരച്ചിലും കാര്യങ്ങളും അത്രയും കേരളക്കാരുടെ ഒന്നാകെയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും അത്രയും വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വൈറലായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അർജുന്റെ ഈ ഒരു തിരച്ചിലും അതുപോലെ കാണാതാവലും മരണവും ഒക്കെ തന്നെ. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വാർത്താ പ്രാധാന്യം നേടിയത് കൊണ്ട് മാത്രമാണ് അർജുന്റെ പേരിൽ അർജുന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടിയത്. പിന്നെ അർജുന്റെ വീട്ടുകാരെ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യമാണ് മനാഫ് തന്റെ ലോറിക്ക് ഇനി വരാൻ പോകുന്ന ലോറികൾക്കൊക്കെ അർജുന്റെ പേരിടും എന്ന് പറഞ്ഞു. അർജുൻ എന്നുള്ള പേര് അർജുന്റെ വീട്ടുകാരുടെ മാത്രം ഒരു കുത്തക അവകാശമൊന്നുമല്ല. നമ്മുടെ പെപ്സി കൊക്കക്കോള എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കുത്തക അവകാശമൊന്നുമല്ല. അത് കേരളത്തിൽ തന്നെ പല പല യുവാക്കൾക്കും ഈ ഒരു പേരുണ്ട് അർജുൻ എന്നുള്ളത്. അപ്പം തന്റെ ലോറിക്ക് എന്ത് പേരിടണം എന്നുള്ളത് മനാഫിന്റെ മാത്രം ഇഷ്ടമല്ലേ? അത് നിങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ നല്ലൊരു കാര്യമല്ലേ. ഇപ്പൊ മനാഫ് അർജുൻ എന്ന പേര് തന്റെ ലോറിക്ക് വെച്ചു എന്ന് തന്നെ വിചാരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മാനനഷ്ടമാണ് വരുന്നത്? ഒരു മാനനഷ്ടവും വരാറില്ല. നിങ്ങൾക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യമല്ലേ. പിന്നെ അടുത്തൊരു വലിയ കുറ്റമായിട്ട് അവർ ആരോപിക്കുന്നതാണ്, മനാഫ് ഏതോ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുന്റെ മകനെ തനിക്കിനി 3 മക്കളല്ല 4 മക്കളാണ്, അർജുന്റെ മകനെയും തന്റെ മകനെ പോലെ കാണും എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. അതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നന്മയായിട്ടാണ് മനസ്സിൽ നന്മയുള്ളവർക്കൊക്കെ തോന്നുന്നത് അല്ലേ? അത് ഇത്ര വലിയ കുറ്റമാണോ? തന്റെ സഹോദരനെ പോലെ കാണുന്ന ഒരു തൊഴിലാളി മരിച്ചു. അപ്പൊ അവന്റെ മരിച്ച സമയത്ത് അവന്റെ മകനെ തന്റെ മകനായിട്ട് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിന് തന്നെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പിനല്ല. മകനായി കാണുമെന്ന് ആ വ്യക്തി പറഞ്ഞത് ഒരിക്കലും നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകാനോ അമ്മയിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ അകറ്റാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞതല്ല. അത് ഈ കാണുന്ന എല്ലാവർക്കും അറിയാലോ. പുള്ളി ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞാണ് ഇനി മുതൽ അർജുന്റെ മകൻ എൻ്റെ മകനായിരിക്കും, എൻ്റെ മകനെ പോലെ കാണുമെന്ന് പറഞ്ഞത്. അത് ഇത്രയും വലിയ തെറ്റോ കുറ്റോ ഒന്നുമല്ല. പിന്നെ അർജുനും ഭാര്യയും ആരോപിക്കുന്ന മറ്റൊരു ആരോപണമായിരുന്നു ഈ തിരച്ചിൽ നടക്കുന്ന സമയങ്ങളിലൊക്കെ അർജുന്റെ വീട്ടുകാർ മനാഫിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുള്ളത്. അത് മനാഫ് അതിനുള്ള വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മനാഫിന്റെ നമ്പർ എങ്ങനെയോ എവിടെയൊന്നും ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ മനാഫിനെ ഇങ്ങനെ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തായി അപ്ഡേറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഒരുപാട് ഫോൺ കോൾ വരുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ സൈലന്റ് ആക്കി വെക്കോ ഫ്ലൈറ്റ് മോഡ് ആക്കി വെക്കോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെയറായിട്ടെങ്ങാനും അർജുന്റെ വീട്ടുകാരെ വിളിച്ചപ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റി കാണത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ കാണുന്ന സാഹചര്യങ്ങളിലൊക്കെ പുള്ളിക്കാരൻ അലേർട്ടായിരുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ ആ കോൾ എടുത്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതൊന്നും വലിയ തെറ്റോ കുറ്റോ ഒന്നുമല്ല. ഏറ്റവും വലിയൊരു കുറ്റമായിട്ട് മനാഫ് ചെയ്ത ഏറ്റവും വലിയൊരു കുറ്റമായിട്ട് അർജുന്റെ വീട്ടുകാർ ആരോപിക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വ്യക്തി മനാഫെ ആണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ നമ്മൾ സംസാരിക്കാൻ എന്താരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിപ്രായം നോക്കൂ. ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്നൊരു തരത്തിൽ വൈകാരികമായ സ്ഥലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തേക്ക് മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി വെക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാര അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു വിഷയം കേട്ടപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു, ഇതൊരു മുതലെടുപ്പല്ലേ? കാരണം സ്വന്തം തൊഴിലാളി ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട് ബോഡി പോലും കിട്ടാതിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന
നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പുള്ളിക്കാരൻ ആ കറക്റ്റ് സമയത്ത് തന്നെ യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഒരു തെറ്റല്ലേ, അതൊരു മുതലെടുപ്പല്ലേ? കാരണം നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നാട്ടുകാരെ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ മനാഫ് അതിനുള്ള ഉത്തരം നൽകിയിട്ടുള്ളത് ആ സമയത്ത് ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിട്ടുള്ള പല ന്യൂസും പുറത്തു വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലോറി ഉടമ മനാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടാറുണ്ടായിരുന്നു. ആ ഒരു ചാനലിനകത്ത് ലോറി ഉടമ മനാഫ് എന്ന് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വിഷയത്തിൽ എനിക്ക് മനാഫിനെ അത്ര കണ്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലെ സ്വന്തം സഹോദരനോ സഹോദരിയോ അച്ഛനോ അമ്മയോ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അർജുൻ്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ആ സമയത്തൊക്കെ എല്ലാവർക്കും അറിയാം അത്രയും വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമായിരുന്നു അർജുൻ്റെ യോദ്ധാനവും അതുപോലെ തന്നെ തിരച്ചിലും കാര്യങ്ങളും. നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ പോലുള്ള മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര കണ്ട് വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമായതുകൊണ്ട് ഇനി ഇൻ കേസ് ന്യൂസ് ചാനലൊക്കെ ഫേക്ക് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പുറത്ത് വിടണ്ട, തൻ്റെ ചാനലിലൂടെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി ചെയ്തതാകാം, അറിയില്ല. അല്ലാതെ പുള്ളിക്കാരത് റീച്ചിനും പണത്തിനും വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം ലോറി ഉടമ മനാഫ് എന്ന് പറയുന്നത് ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇതുപോലെ ഭാരത് ബെൻസ് ഒക്കെ പോലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ എത്രത്തോളം റിച്ച് ആയിരുന്നിരിക്കാം. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ കിട്ടുന്ന ചെറിയൊരു വരുമാനത്തിന് വേണ്ടി പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുമോ എനിക്കറിയത്തില്ല. ഇനി ഓക്കെ, വരുമാനത്തിന് വേണ്ടി ആയിരിക്കത്തില്ല, സോഷ്യൽ അറ്റൻഷന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫേമസ് ആയി നിൽക്കാനുള്ള അടവിന് വേണ്ടിയാണെന്ന് തന്നെ വിചാരിക്കും. എങ്കിൽ കൂടെ തന്നെയും മനാഫിനെതിരെ ഇത്രയും ക്രൂരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹെവി ആയിട്ട് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല അർജുൻ്റെ ഫാമിലി. ഞാൻ പറഞ്ഞ പോലെ തന്നെ മനുഷ്യനാണ്, പല തെറ്റുകുറ്റങ്ങളും സംഭവിക്കാം അല്ലേ. ഒന്നില്ലെങ്കിലും അർജുൻ്റെ കൂടെ ആ ഒരു ബോഡി കിട്ടുന്നത് വരെ 72 ദിവസത്തോളം സ്വന്തം ജോലി പോലും മാറ്റിവെച്ച് ഭക്ഷണമില്ല, വെള്ളമില്ല, ഇതിനൊക്കെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഓരോ ഘട്ടങ്ങളിലും പുള്ളിക്കാരൻ അതിൻ്റെ കൂടെ സഹകരിച്ച് നിന്ന് ആ ബോഡി ലാസ്റ്റ് വീട്ടിലെത്തുന്നവരെ അവരുടെ കൂടെ ആ കുടുംബത്തിൻ്റെ കൂടെ സഹകരിച്ച് നിന്നൊരു മനുഷ്യനല്ലേ. അപ്പം ആ ഒരു പരിഗണനയെങ്കിലും അർജുൻ്റെ ഫാമിലി മനാഫിന് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ അർജുൻ്റെ ഫാമിലി മനാഫിനെ മാത്രമല്ല, നമ്മുടെ അത്രയും 2-3 ഘട്ടങ്ങളിലായിട്ട് അവിടെ അത്ര കണ്ട് സഹായിച്ചിരുന്ന മനുഷ്യനാണ് ഈശ്വർ മാൽപ്പെ. പുള്ളിക്കാർ ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഈശ്വർ മാൽപ്പേനെ പോലും ഇവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അർജുൻ്റെ ഫാമിലി. അപ്പം പിന്നെ മനാഫിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് കേട്ടോ. ഇവർക്ക് പണം വേണം, പക്ഷെ അത് പുറത്താരും അറിയാനും പാടില്ല. കാരണം ഇവർ പറയുന്നുണ്ടായിരുന്നു ആരൊക്കെ 2000 രൂപയൊക്കെ കൊണ്ട് കയ്യിൽ തന്നു, അപ്പം ഞങ്ങളത് സ്വീകരിച്ചു. പക്ഷേ അത് ആ തന്ന ആൾക്കാർ യൂട്യൂബ് ചാനലിൽ റീച്ചിന് വേണ്ടി വീഡിയോ ആയിട്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറച്ച് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം വേണ്ട. നിങ്ങൾക്ക് ഒരാൾ പൈസ കൊണ്ടു തരുന്ന സമയത്ത് ഇപ്പോൾ 2000 രൂപ ഒരാൾ തരികയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് അതൊരാൾ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ണ് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലേ അല്ലേ. അപ്പോൾ ഇവർക്കത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് പറയണമായിരുന്നു. എൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കണ്ട, എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്യായിരുന്നു ആ കാര്യം. നിങ്ങൾ പണം വാങ്ങുകയും ചെയ്തു, അവരത് വീഡിയോ എടുക്കാൻ പെർമിഷനും കൊടുത്തു. ചിലപ്പോൾ മൗനാനുവാദമായിരിക്കാം, അറിയത്തില്ല. എന്ത് തന്നെ ആയാലും നിങ്ങൾ അന്ന് ആ പണം വാങ്ങി. അപ്പോൾ പിന്നെ നിങ്ങളിപ്പം വന്നിട്ട് അത് ഞങ്ങൾക്ക് പണം തന്നത് അവർ യൂട്യൂബ് ചാനലിൽ ഇട്ടു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾക്ക് പണം വേണമെങ്കിൽ അന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പണം ആവശ്യമില്ല. ഇതിപ്പം സർക്കാരിൻ്റെ വക കുറച്ച് ധനസഹായം, അതുപോലെ തന്നെ ഇൻഷുറൻസ് തുക എനിക്ക് കിട്ടും, പിന്നെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കിട്ടി, പിന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ വക 5 ലക്ഷം പേരെ, അങ്ങനെ പണമൊക്കെ കിട്ടി, ബോഡിയും കിട്ടി, എല്ലാം കഴിഞ്ഞപ്പോൾ എന്താ തീർന്നു, ഇനി നന്ദികേടാവും അല്ലേ. അതായിരിക്കും അർജുൻ്റെ ഫാമിലിയുടെ വിചാരം. സത്യത്തിൽ ഇപ്പം കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ 72 ദിവസത്തോളം കേരളത്തിലെ ഓരോ ആൾക്കാരും, കേരളത്തിലെ മലയാളികൾ മാത്രമല്ല കേരളത്തിന് വെളിയിലുള്ള ഇപ്പോൾ തമിഴ്നാടായിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ അത്രയും റീച്ച് കിട്ടിയൊരു സംഭവമാണ് ഈ അർജുൻ്റെ തിരോധാനം എന്ന് പറഞ്ഞത്. അപ്പം അത്രയും ആൾക്കാർ, അത്രയും ജനതകൾ അർജുനും അർജുൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഇന്നത്തെ ഒരു പ്രസ് മീറ്റ് കണ്ടതോടുകൂടി നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും നികൃഷ്ടമായൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണല്ലോ, ഇത്രയും നികൃഷ്ടമായൊരു ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവില്ലേ. സത്യം പറയാം, ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി ഈ ഇന്നത്തെ പ്രസ് മീറ്റും സംഭവങ്ങളിലൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇത് ഞാൻ പറയുന്നത് വർഗീയവാദത്തിനോ രാഷ്ട്രീയപരമായിട്ട് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനോ ഒന്നുമല്ല. എനിക്ക് തോന്നിയ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഇത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് നെഗ്ലെക്റ്റ്, അത്രേ ഉള്ളൂ. ഈ അർജുൻ്റെ അളിയൻ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രസ് മീറ്റിൽ മുന്നിൽ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി, പുള്ളിക്കാരൻ്റെ പേര് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ ഒരു പക്കാ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കാം.
ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സിമ്പലാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരാണ് ഇത് കയ്യിൽ കെട്ടുക എന്ന് ഞാൻ പ്രത്യേകിച്ച് ഇവിടുന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു പാർട്ടിയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഇപ്പം മനാഫിനെതിരെ നടക്കുന്ന ഈ ഒരു കല്ലെറിയൽ അല്ലെങ്കിൽ ഈ ഒരു സൈബർ അറ്റാക്ക് എന്ന് എനിക്ക് പേഴ്സണലി സംശയം തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മനാഫ് എന്നുള്ളൊരു പേര്, മനാഫ് ആ വ്യക്തി ഒരു മുസൽമാനാണ്. അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരനെ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിക്കാരന് കിട്ടുന്ന ഫെയിമും പേരും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയുക, അതിനെ വേരോടെ പിഴുത് കളയുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ഈ അളിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു നിശ്ചിത പാർട്ടിയിലുള്ള വ്യക്തിയായിരിക്കും. ആ പാർട്ടിയിലുള്ള ഉന്നത അധികാരികളോ പാർട്ടിയിലുള്ള ഏതെങ്കിലും പൊടിമൂത്ത അംഗങ്ങളോ നേതാക്കളോ ആരെങ്കിലും ആയിരിക്കാം ഈ ഒരു ഇന്നത്തെ പ്രസ് മീറ്റിന്റെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, അർജുന്റെ ബോഡി കിട്ടുന്നതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്റെ ഒരു യൂട്യൂബ് ചാനലിനകത്ത് മനാഫിനെതിരെ ഭയങ്കരമായ രീതിയിൽ അദ്ദേഹം തീവ്രവാദിയാണ്, അദ്ദേഹം കള്ളക്കടത്തുകാരനാണ്, ചന്ദനം കടത്തുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തിനെ എത്ര കണ്ട് വ്യക്തിഹത്യ ചെയ്യാമോ അല്ലെങ്കിൽ എത്ര കണ്ട് അപമാനിക്കാമോ അത്രയും രീതിയിൽ മനാഫിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തീവ്രവാദിയാണ്, ചന്ദനക്കടത്തുകാരനാണ്, കള്ളക്കടത്താണ്, മനാഫിന് ഒരുപാട് കേസുണ്ടോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അർജുൻ്റെ ബോഡി കിട്ടിയ പിന്നെ ആ പുള്ളിക്കാരൻ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനാണ്, കുറ്റവും കുറവും ഒക്കെ ഉണ്ടാവും. അപ്പം ഇതുപോലെ മനാഫ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു, അതാക്കി ഇതാക്കി, മനാഫ് 75,000 ഉണ്ടെന്ന് പറഞ്ഞ് പാടി നടക്കുന്നു, മനാഫ് മകനെ ഏറ്റെടുക്കുന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകനെ നടത്തുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവർ ശരിക്കും ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു, ഞങ്ങൾ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്, ഞങ്ങളുടെ വൈകാരികതയെ ചോദ്യം ചെയ്യുകയാണ് മനാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് മനാഫിനെ തീർത്തും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാണ്. നന്ദികളുടെ അങ്ങേയറ്റമാണ് ശരിക്കും പറഞ്ഞ ഈ അർജുൻ്റെ ഫാമിലി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു മുതലെടുപ്പാണോ എന്ന് എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. ഞാനിതൊരു വർഗീയത പറയുന്നതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കുത്തിരിമുണ്ടാക്കുന്നതോ ഒന്നുമല്ല. ബുദ്ധിയുള്ള ആൾക്കാർ, ചോറ് തിന്നുന്നവരാണ്, ചിന്തിച്ച് നോക്ക്. ഇപ്പം മനാഫ് എന്ന പേരിൻ്റെ സ്ഥാനത്ത് വല്ല ബിജു, സതീഷ്, രമേശ് ഇങ്ങനെയുള്ള ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരുടെ പേരായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇങ്ങനെയുള്ള ഒരു അറ്റാക്കും ആ ഒരു മനുഷ്യന് നേരെ വരത്തില്ലായിരുന്നു. ഇത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നൊരു കാര്യമായിട്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യാം, അല്ലാത്തവർ ജസ്റ്റ് നെഗ്ലെക്ട്, ഡിസ്ലൈക്ക് അടിക്കണം, ഡിസ്ലൈക്ക് അടിച്ചോളൂ, കുഴപ്പമില്ല. അൺസബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ, അതും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.